ഹേ ഗൈസ്, എന്തെങ്കിലും വിശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഹോട്ട് ന്യൂസ് നമ്മൾ കൊണ്ടുവരുവാണ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ കുറച്ച് സമയമെടുക്കും അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഒന്ന് ഈസ്റ്ററാണ്, ഈസ്റ്ററിന് ശേഷമായിരിക്കും കൂടുതലും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരാനുള്ള സാധ്യത. അതല്ലാതെ മറ്റ് കുറച്ച് അപ്ഡേറ്റുകൾ എനിവേ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ലൈക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. തീർച്ചയായിട്ടും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറും യു കെയിലെ നിയമങ്ങൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ റൂൾസ് മാറുന്നത് കാതോർത്തിരിക്കുന്ന അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ ചുവടുവെപ്പിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ വിസകളും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഏപ്രിൽ കഴിയുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാമെന്ന് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെ ഓപ്ഷൻസ് ഉള്ളവരുടെ കേസ്, അല്ലാത്തവർക്ക് വേറെ പരിപാടിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വരുന്നതനുസരിച്ചിട്ട് ഹോം ഓഫീസിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ചിട്ട് ഉടനടി തന്നെ നിയമമാറ്റം ഉണ്ടാവില്ല ഈ മാസം. അതായത് എന്താണ് ഈ പറഞ്ഞ ഈസ്റ്റർ കഴിയുന്നതിൻ്റെ അവസാനത്തോടു കൂടിയായിരിക്കും നിയമമാറ്റങ്ങൾ ഉണ്ടാവുക. പിന്നെ അതല്ലാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് തന്നെ ഈ പറഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വരുന്നതിൽ ഒരു അതിർത്തി ഉള്ളതായിട്ട് ഈ ഒരു ന്യൂസ്, ദ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ ഷോർട്ടേജ് ഇൻ കീ സെക്ടേഴ്സ് റിവീൽഡ് ആസ് ഡൗണിംഗ് സ്ട്രീറ്റ് ഡിഫൻസ് ഡിലേ ടു ന്യൂ ഇമിഗ്രേഷൻ ബ്ലൂ പ്രിൻറ്റ്. അതായത് പുതിയ ഇമിഗ്രേഷൻ ബ്ലൂ പ്രിൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ഡിലേ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ടേജ് ഉള്ള കുറച്ച് സെക്ടേഴ്സിനെ ഇത് ഈ ഒരു ന്യൂസിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ യു കെയിലേക്ക് ഇനി സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരാൻ നിൽക്കുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിയമങ്ങൾ കാതോർത്തിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ള പുതിയ സെക്ടേഴ്സിൽ മാത്രം ആയിരിക്കണം നിങ്ങൾ കോഴ്സ് എടുത്തിട്ട് വരേണ്ടത്. അല്ലാതെ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു MBA, ഏതെങ്കിലും ഒരു പബ്ലിക് ഹെൽത്ത്, ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോഴ്സ്, എനി മാനേജ്മെൻറ്റ് കോഴ്സ് നിങ്ങൾ എടുത്തിട്ട് വരുവാണെങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ പ്രോപ്പറായിട്ടുള്ള ഒരു 5-10 വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ആ കോഴ്സൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ സ്വഹ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെയൊക്കെ ലക്ക്, പിന്നെ എല്ലാം നിങ്ങളുടെ ഇവിടുത്തെ പരിശ്രമത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊരു 10% ഞാൻ കൊടുക്കാം. 100-ൽ 10% പരിശ്രമിക്കുന്ന ആൾക്കളേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും പരിശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജോബ് ഇവിടെ കിട്ടാതെ, കിട്ടിയവരിൽ കുറേ അധികം ആളുകൾ കെയർ ഹോമിൽ കയറി പറ്റി, കുറേ അധികം ആളുകൾ ഇപ്പോഴും ഈ പറഞ്ഞ നിലയില്ലാത്ത വെള്ളത്തിൽ എന്താ പറയുക താളം പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇവിടെ ഉള്ളത്. പച്ചയായി പറയുമ്പോൾ ചിലർക്കൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്, ഉള്ളത് പറയാനേ പറ്റുള്ളൂ. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നെറ്റ് മൈഗ്രേഷൻ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും വില്ലൻ, യു കെയിലെയും വില്ലൻ. നെറ്റ് മൈഗ്രേഷൻ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷവും പുതിയ നിയമങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ വർഷവും അതേപോലെ തന്നെയാണ് പുതിയ നിയമങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കകത്തു നിന്നുള്ള സ്വരവും ഇല്ലെങ്കിൽ എതിർ പാർട്ടികളിനകത്തുള്ള എല്ലാ സ്വരങ്ങളൊക്കെ വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ യു കെയിലേക്ക് വരുന്നത് തടയരുത് എന്നാണ് പറയുന്നത്. വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളും നിയമങ്ങൾ കടുപ്പിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടാലൻ്റ് ഉള്ള ആളുകൾ നമുക്ക് വേണം. എത്ര നിയമങ്ങൾ കടുപ്പിച്ചാണെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാകും. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ കയറി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ശുപാർശകൾ പോയിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ എക്കണോമി തകർന്നടിഞ്ഞ് തരിപ്പണം ആയിരിക്കണം. ഒന്നാമത് ഇപ്പം നമ്മുടെ ട്രംപ് എണ്ണം വന്ന് താരിഫ് വാറ് മൊത്തം അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക, എല്ലാ കൺട്രിക്കും അങ്ങോട്ട് താരിഫ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്കണോമി മൊത്തത്തിൽ ഇപ്പോൾ പിച്ചച്ചട്ടി എടുക്കേണ്ട സാഹചര്യത്തിലാണ് എല്ലാ കൺട്രിയിലും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഇതേപോലുള്ള വലിയ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിച്ചച്ചട്ടി എടുത്ത് കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി പിച്ചച്ചട്ടി എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു പക്ഷേ പോയി എന്ന് വേണമെങ്കിൽ വരാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഗൈസ് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക ഈ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഈ പറഞ്ഞ നമ്മുടെ റിഫോം പാർട്ടി പറയുന്ന പോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും സീറോ നെറ്റ് മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്ന പോലുള്ള സെറ്റപ്പിലൊന്നും ഈ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ലേബർ ഗവൺമെൻറ് പോകാൻ പോകുന്നില്ല.
ഇപ്പോൾ ഡൗണിങ് സ്ട്രീറ്റ് ഈ കുറച്ച് ഡിലേ എടുപ്പിക്കുന്നതിന് കാരണം ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് കുറച്ച് സെക്ടേഴ്സ് ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,33,000 more employees are needed in UK life science jobs by 2030. 2030 1,30,000 ആളുകളെ എംപ്ലോയീസിനെ UK ലൈഫ് സയൻസ് മേഖലയിലേക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 16,000 വിസ വേർ ഇഷ്യൂഡ് ടു പീപ്പിൾ വിത്ത് ദോ സ്കിൽ ഓവർ ദ 4-year പീരീഡ്. അതായത് ലാസ്റ്റ് 4 വർഷത്തിനിടയിൽ വെറും 16,000 വിസയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കോഴ്സുകളിൽ ഒരു കോഴ്സാണ് നമ്മുടെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ ബാങ്കിങ് ഫിനാൻസ്, അങ്ങനെയുള്ള ജോബ് കോഴ്സുകൾ. ഇങ്ങനെ എടുത്തു വരുന്നത് മലയാളികൾ വളരെ കുറവാണ്. എടുത്തു വരുന്നതിൽ പലരും പൊട്ടാറുമുണ്ട്. ഈ കോഴ്സ് എടുത്തിട്ട് വരുവാണെങ്കിൽ ഇപ്പോഴും ഷോർട്ടേജ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ട് ലിസ്റ്റിനകത്ത് ഫിനാൻഷ്യൽ സർവീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് ആണ്. ഡിഫൻസിൽ നമുക്കറിയാം ഈ പറഞ്ഞ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. അത് ഏത് മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് മറ്റു മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ നമുക്കറിയാം. ഡിഫൻസ് നമുക്കിവിടെ അറിയാം, കോമൺ ക്രൈറ്റീരിയ ഒരു 10-3 വർഷമോ ഇല്ലെങ്കിൽ 5 വർഷത്തിന് മേലെ ഇവിടെ നിൽക്കുന്നവർക്കാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് നമുക്ക് കാതോർത്തിരിക്കാം. അതുപോലെ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്, ഓക്കെ, ആ ഇൻഡസ്ട്രിക്കകത്ത്, അതായത് കോഴ്സ് എടുത്ത് വരുന്നവർ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എന്നുള്ള മേഖലയിലേക്ക് കോഴ്സ് ഫോക്കസ് ചെയ്തിട്ട് വരിക. അതുപോലെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്, ഓക്കെ, ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെയാണ് ജോബ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി സെക്ടർ. പക്ഷേ ഈ ഒരു കാര്യം ആലോചിക്കണേ, നമ്മുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ട് തന്നെ കൊട്ടിഘോഷിച്ചിരുന്ന ഒരു കാര്യമാണ് ടെക്നോളജി നമ്മൾ ഇനി പുറത്തുനിന്നുള്ള ആളുകളെ സമീപിക്കില്ല എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വേറൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കത് എടുക്കണ്ട. അതിൻ്റെ ഇടയിൽ വേറൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. AI ഇൻഡസ്ട്രി നമ്മൾ UK കേന്ദ്രീകരിച്ച് കൂടുതൽ എന്താ പറയുക, ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കും. AI ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ കൊടുക്കും. അപ്പോൾ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി അത് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ ക്ലീൻ എനർജി ഇൻഡസ്ട്രീസ്, റിന്യൂവബിൾ എനർജി കോഴ്സ് ഞാൻ എടുക്കാൻ പറയുന്ന ഒരു കോഴ്സായിരിക്കും UK പഠിക്കാൻ വരുന്നവർക്ക്. തീർച്ചയായിട്ടും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട്. റിന്യൂവബിൾ എനർജി, ക്ലീൻ എനർജി, ഇത് ഇൻഡസ്ട്രിക്കകത്ത് മാക്സിമം വരുന്നവർ കോഴ്സ് എടുത്തിട്ട് വരുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് തന്നെ അത് ഇപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അവർ പുറത്ത് വിട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ. ഓക്കെ, ബാക്കി നമുക്കറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുവിടാം. മെയിനായിട്ട് ഇപ്പോൾ US ഒക്കെ ആയിട്ടുള്ള താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആകെ മൊത്തത്തിൽ എക്കണോമി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജോബിനും എടുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് തന്നെയാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു താൽക്കാലിക ആശ്വാസം, എന്നാലും ഈസ്റ്റർ ഈ അടുത്ത് ആഴ്ചയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ബ്ലൂ പ്രിൻറ്റ് എന്തെന്ന് നമുക്കറിയാം. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്തെന്നറിയാം. ലോങ് ടൈമിലേക്കായിരിക്കും ഈ പറഞ്ഞ നിയമങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാതോർത്ത് ഇരിക്കുകയാണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം അപ്ഡേറ്റ്സിനായിട്ട് കാതോർത്തിരിക്കുക. അതിനുശേഷം മാത്രം പുതിയൊരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറെടുക്കുന്നവർ അതിനുശേഷം, ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ പോലും അതിനുശേഷം മാത്രം തുടങ്ങുക എന്ന് മാത്രമേ പറയൂ. വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ കെയറേഴ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ കെയർ വിസയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ജോലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് കെയർ വിസ. അപ്പോൾ ഇപ്പോൾ ഒരു ഇവിടെ ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ ഒരു പണി വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 12.82 മിനിമം സാലറി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കെയർ വിസയ്ക്ക് ഇപ്പോൾ കിട്ടുള്ളൂ. അതായത് മിനിമം 25,000 പൗണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, NHS പോലുള്ള കെയർ മേഖലയിലേക്ക് ഈ പറഞ്ഞ വെറും 61 പെൻസിൻ്റെ ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ അധികം ആളുകളെ ഇപ്പോൾ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ട ന്യൂസുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഒരു 1,500ഓളം ആളുകളുടെ ജോലി പോകാനിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ പുതിയ വിസ എടുക്കുന്നവരുടെ കേസിൽ എങ്ങനെ ഇത് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വിസ എടുക്കുന്നവരുടെ കേസിൽ ബാധിക്കുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാലറി, മിനിമം സാലറി നമുക്ക് വേണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ പല NHS ട്രസ്റ്റ് പോലുള്ള പല കാര്യങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ചില കെയർ ഹോമുകൾ 10-15 പൗണ്ടൊക്കെ കൊടുക്കുന്ന കെയർ ഹോമുകളുണ്ട്. അവിടെയൊക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. അതല്ലാതെ ചില ദാരിദ്ര്യം പിടിച്ച കെയർ ഹോമുകളുണ്ടാകും, അവിടെയൊക്കെ ഈ ഒരു സാലറി കിട്ടുള്ളൂ. അപ്പോൾ ഈ പെൻ
ഫണ്ട്സിന് ഭയങ്കര വിലയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്. സോ ഗൈസ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമങ്ങൾ ഘടിപ്പിക്കുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കുക, ഒരു ടേക്ക് അവേ പരിപാടികളോ ഇല്ലെങ്കിൽ ഒരു ഫുഡ് ട്രക്ക് പരിപാടി തുടങ്ങി എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോഴത്തെ സാലറി ത്രഷോൾഡ് വെച്ചിട്ടായിരിക്കും ഇതൊക്കെ വിചാരിച്ച് തുടങ്ങിയിരിക്കുന്നത്. മിനിമം തുടങ്ങിയ ഇവിടെ തന്നെ ഒരാൾക്കും വിസയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, മിനിമം ഒരു 6 മാസം 7 മാസമൊക്കെ റൺ ചെയ്ത് പ്രോപ്പറായിട്ട് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് എന്നിട്ടായിരിക്കും റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കണേ, ഇപ്പോൾ നിങ്ങൾ തുടങ്ങി അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ നിയമം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുവാണ് എല്ലാവർക്കും 40,000 പൗണ്ട് ഉണ്ടെങ്കിലേ സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരായി? ശശി ഓഫ് ദി ഇയർ. ഓക്കെ, അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക. പുതിയ നിയമ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് വരുന്നതനുസരിച്ച് നോക്കുക. സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കുക. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലുള്ള ജോബ്സ് എടുക്കാൻ നോക്കുക. വരുന്ന ദിവസങ്ങളിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും കാതോർത്തിരിക്കുക, കൂടെ നിൽക്കുക. ഒരു അപ്ഡേറ്റ് മിസ് ചെയ്യാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിന്